വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ സ്ട്രക്ചർ ഓഫ് ആറ്റംസ് അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഘടന. മലയാളത്തിൽ ഇംഗ്ലീഷിലും നമ്മൾ ഇതിനകത്ത് നോട്ട് തന്നിട്ടുണ്ട്. നമ്മൾ ഇത് ഓൾറെഡി 2 പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അത് കിട്ടാത്തവരും വല്ല ഉണ്ടെങ്കിൽ ഇതങ്ങ് എടുത്തോണം കുഞ്ഞുങ്ങൾ കേട്ടോ. കാരണം ഇതിൻ്റെ ബാക്കി ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റോമിക് നമ്പറിനെ കുറിച്ചും മാസ് നമ്പറുകളെ കുറിച്ചും ഒക്കെ പഠിക്കാനുള്ളതാണ്. നമ്മളെല്ലാ വസ്തുക്കളും ആറ്റങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയാം അല്ലേ. ആറ്റത്തിൻ്റെ ഘടനയെക്കുറിച്ച് പല ശാസ്ത്രജ്ഞന്മാരും പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആദ്യകാല ആറ്റ മാതൃകയെക്കുറിച്ചും അതുപോലെ തന്നെ പ്രോട്ടോണുകളെക്കുറിച്ച്, ന്യൂട്രോൺ, ഇലക്ട്രോൺ, അറ്റോമിക നമ്പർ, അറ്റോമിക നമ്പറും മാസ് നമ്പറും ഇലക്ട്രോണിൻ്റെ വിന്യാസം എന്നിവയൊക്കെയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്. അപ്പോൾ അത് ആദ്യത്തെയാണ് എന്താണ് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രകൾ എന്നാൽ എന്തെന്നാണ്. നോക്കൂ നിങ്ങളെ, മലയാളം ഉണ്ട്, ഇംഗ്ലീഷും ഉണ്ട്. The smallest particles that show all the properties of a substance and have a free existence is called a molecule. എന്ന് വെച്ചാൽ ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. നമ്മളിതൊക്കെ പറഞ്ഞതാണ് കേട്ടോ, എന്നാലും പറയുക, കാരണം 1-2 പാർട്ട് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പറഞ്ഞ കുഞ്ഞുങ്ങളെ. അപ്പം അത് കിട്ടാത്തവരുണ്ടെങ്കിൽ തന്മാത്രകൾ എന്നാൽ എന്ത്, ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും ഉള്ളതും സ്വതന്ത്ര അവസ്ഥയിൽ നിലനിൽക്കാൻ കഴിയുന്നതുമായ ഏറ്റവും ചെറിയ കണികളാണ് തന്മാത്ര. ഓക്കെ ആണോ? നമ്മുടെ 9ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തത്, ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ? വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഒരു മാർക്കിൻ്റെ ഒരു ചോദ്യം കേട്ടോ. വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു? ഹൗ ഡു മോളിക്യൂൾസ് ഓഫ് ഡിഫറെൻറ്റ് സബ്സ്റ്റൻസ് ഡിഫർ? ഒന്ന്, തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ, ദ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എലമെൻറ്റ്സ് ഓഫ് ദ മോളിക്യൂൾസ്, തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ഘടകമൂലകങ്ങൾ. 2, ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഇൻ ദം. ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻ്റ് ആറ്റംസ് ഇൻ ദം, ഘടകമൂലക ആറ്റങ്ങളുടെ എണ്ണത്തിൻ്റെ അനുപാതം. റേഷ്യോ എന്ന് വെച്ചാൽ അനുപാതം. കണ്ടോ, ഈ 2 പോയിന്റ് എഴുതി വെക്കണം. വിവിധ പദാർത്ഥങ്ങളിലെ തന്മാത്രകൾ എങ്ങനെയെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു ചോദിക്കുമ്പോൾ ഈ 2 പോയിന്റ് അങ്ങ് എഴുതണം കേട്ടോ. ഓക്കെ ആണല്ലോ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം നോക്കണേ കുഞ്ഞുങ്ങളെ. മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റം കണ്ടെയ്ൻസ് പാർട്ടിക്കിൾസ് സ്മാളർ ദാൻ ദം. വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? കേട്ടോ, ആ ഒരു ചോദ്യം നോക്കണേ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് മോളിക്യൂൾസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റം അല്ലേ. തന്മാത്രകളൊക്കെ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റം മെയ്ഡ് അപ്പ് ഓഫ് മോളിക്യൂൾസ് അല്ലേ. ഈ മോളിക്യൂൾസിനേക്കാൾ ചെറുതാണ് ആറ്റം. അറിയാവോ അതൊക്കെ? അതിനെക്കുറിച്ചൊക്കെ അറിയാം. ഈ ആറ്റംസ് കണ്ടെയ്ൻസ് പാർട്ടിക്കിൾ സ്മാളർ ദാൻ ദം അല്ലേ. അതായത് തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഈ ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവ വാട്ട് ആർ ദ ഇമ്പോർട്ടൻ്റ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ഏതെല്ലാമാണെന്നാണ് നോക്കണം കുഞ്ഞുങ്ങളെ. ആറ്റത്തിനകത്തിൽ എന്തെല്ലാം ഉണ്ട്? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്. അതുകൊണ്ട് ഇതിനെ എന്താ പറയുന്നത് അറിയോ? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്നാണ് അതുകൊണ്ട് ഇതിനെ പറയുന്നത് കേട്ടോ. ചിലപ്പോൾ പരീക്ഷയ്ക്ക് അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, എന്താണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ഏതൊക്കെയാണ്? ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇതിനെയാണ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതായത് എൻ്റെ മലയാളം നോക്കിയേ, തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങളിൽ അവയേക്കാൾ ചെറിയ കണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അവ ഏതെല്ലാമാണ്? ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോണ്. അതുകൊണ്ട് ഇതിനെ സബ് അറ്റോമിക് കണങ്ങളെന്ന് അറിയപ്പെടുന്നു. ഓക്കെ ആണോ? ഇനി ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളെ, ഇത് എന്താണെന്നറിയാം, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ്. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതൊക്കെ കേട്ടോ. ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കാഥോഡ് റേസ് കേട്ടോ. എന്ന് വെച്ചാൽ എന്താ, കാഥോഡ് രശ്മികളുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? കാഥോഡ് റേസ് എന്ന് വെച്ചാൽ കാഥോഡ് രശ്മികൾ. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്വഭാവങ്ങൾ, സവിശേഷതകൾ എന്തെല്ലാമാണ് നോക്കണോ നിങ്ങളെ. കാഥോഡ് റേസ് ഫോംസ് ദ ഷാഡോ ഓഫ് ആൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത്. ദീസ് ഷോ ദാറ്റ് കാഥോഡ് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈൻസ്. എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാഥോഡ് രശ്മികളുടെ പാതയിൽ, നമ്മുടെ ടെസ്റ്റിൽ അതിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ കാഥോഡ് റേസിൻ്റെ ടെസ്റ്റിൽ പടം കൊടുത്തിട്ടുണ്ട്, നോക്കണേ നിങ്ങളെ. ഞാനിത് പടവും കൂടെ വരയ്ക്കുന്നില്ല, കാരണം ടെസ്റ്റിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാഥോഡ് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ എന്തെങ്കിലും വെച്ചാൽ, കാഥോഡ് റേ ഇങ്ങനെ പോകുന്ന സ്ഥലത്ത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം വെച്ചാൽ അതിന് നിഴലുണ്ടാകുമെന്നാണ് പറയുന്നത്.
ഇതിൽ നിന്നും അങ്ങനെ എന്തെങ്കിലും വെച്ചാൽ അതിൽ നിന്ന് കാതോട് രശ്മികൾ നേർരേഖയിലാണെന്ന് സഞ്ചരിക്കുന്നുവെന്ന് എന്നാണ് ഇവിടെ പറയുന്നത്. കാതോട് റേസ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? കാതോട് റേസ് എന്താ ഫോംസ് ദ ഷാഡോ ഓഫ് ആൻ ഒപ്പാക്ക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഇറ്റ്സ് പാത്ത്. കാതോട് രശ്മികളുടെ പാതയിൽ അതാര്യമായിട്ട്, ഒപ്പാക്ക് എന്ന് വെച്ചാൽ എന്താ, അതാര്യമായി കുറച്ച് മാത്രം അല്ലേ, വസ്തുക്കൾ വെച്ച് കഴിഞ്ഞാൽ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ അവിടെ നിഴലുണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്നും എന്താ, കാതോട് രശ്മികൾ നേർരേഖയിലായിരിക്കും സഞ്ചരിക്കുന്നു എന്നത്. 2, ഇഫ് എ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ്, നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് അത് കേട്ടോ. ഇഫ് എ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് എ കാതോട് റേസ് ദ വീൽ റൊട്ടേറ്റ്. ദീസ് ഷോ പാർട്ടിക്കിൾസ് ഓഫ് കാതോട് റേസ് ഹാവ് മാസ്. നമ്മുടെ ഈ കാതോട് രശ്മികളുടെ പാതയിൽ നേർത്ത എന്താ ഇതളുകളുള്ള എന്തെങ്കിലും ഒരു ചക്രം, എന്താ പടം കൊടുത്തിട്ടുണ്ട്. ഈ നമ്മൾ ഈ ഓടുമ്പോൾ കറങ്ങുന്ന പമ്പരയില്ലേ കുഞ്ഞില്ല, അതുപോലെ ഒരു സാധനം അല്ലേ, അതാണ് ഇതിലുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു. അതായത് ഇതിൽ നിന്നും കാതോട് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. എന്താണ്, കാതോട് രശ്മി ഇങ്ങനെ പോകുന്ന സ്ഥലത്ത്, കാതോട് റേസ് പോകുന്ന റേസ് പാത്ത്, അത് പോകുന്ന ആ വഴിയിലുണ്ടല്ലോ, ആ പോകുന്ന സ്ഥലത്ത് നേർത്ത എന്ന് വെച്ചാൽ വലിയ കട്ടിയൊന്നുമില്ല, നമ്മൾ ഈ പേപ്പർ കൊണ്ട് ഒക്കെ ഉണ്ടാക്കുന്ന പമ്പരമില്ലേ, അതുപോലെ എന്തെങ്കിലും ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ അതെന്താ കുഞ്ഞുങ്ങളെ, ആ കാതോട് രശ്മിയിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് വെച്ചാൽ ആ ചക്രം അവിടെ കിടന്ന് കറങ്ങും. അപ്പോൾ മനസ്സിലാക്കാം ആ കണങ്ങൾക്ക് എന്താ മാസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കേട്ടല്ലോ? When an electric field is applied on both sides of the path of cathode rays, the rays are attracted towards the positive side. This shows cathode rays are negatively charged. These deflect in magnetic field also. എന്താണെന്ന് മനസ്സിലായോ? നമ്മുടെ ഈ കാതോട് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായിട്ട് വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ഈ കാതോട് റേയുടെ 2 ഭാഗത്തായിട്ടും അപ്പുറവും ഇപ്പുറമായിട്ടും എന്തെങ്കിലും വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മി പോസിറ്റീവ് ഭാഗത്തേക്ക് അങ്ങ് ആകർഷിക്കപ്പെടും. ഇതിൽ നിന്നും എന്താണ്, കാതോട് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാതോട് രശ്മികൾക്ക് ഏത് ചാർജാണ്? ഒരു മാർക്കിന് ചോദിക്കുകയെ നെഗറ്റീവ് ചാർജാണ് കേട്ടോ. ദേ ഡിഫ്ലക്റ്റ് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആൾസോ. എന്താ, അവിടെ കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു എന്നാണ് നമ്മുടെ ടെസ്റ്റിൽ ആ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. നമ്മളോട് പ്രധാനമായിട്ട് ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആവും നിങ്ങളെ കാതോട് രശ്മികളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിക്കും കേട്ടോ. കാതോട് രശ്മികളുടെ പ്രധാന സവിശേഷത നോക്കിയേ. കാതോട് രശ്മികളുടെ പാതയിൽ അതാര്യ വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്നും കാതോട് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നതെന്ന് ബോധ്യപ്പെട്ടു. കാതോട് രശ്മിയുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു. അന്നേരോ ഇതിൽ നിന്നും കാതോട് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. കാതോട് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായിട്ട് വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായിട്ട് കാണുന്നു. ഇതിൽ നിന്നും നമുക്ക് കാതോട് രശ്മിക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. കാന്തിക മണ്ഡലത്തിലും ഇവയുടെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ചോദ്യം കുഞ്ഞുങ്ങളെ, ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാസ് മാസ്? ഹൗ വാസ് ഇറ്റ് പ്രൂവ്ഡ് ദാറ്റ് ഇലക്ട്രോൺസ് ഹാസ് മാസ്? ഇഫ് എ പാഡിൽ വീൽ ഈസ് പ്ലേസ്ഡ് ഇൻ ദ പാത്ത് ഓഫ് കാതോഡ് റേസ് ഇറ്റ് റൊട്ടേറ്റ്സ്. ദീസ് ഷോ ദാറ്റ് ദ പാർട്ടിക്കിൾസ് ഓഫ് ഇലക്ട്രോൺ ഹാവ് മാസ്. ഈ ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്ന് തെളിയിച്ചത് എങ്ങനെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ, ഇല്ല പമ്പരം പോലെ ചെറിയ അങ്ങോട്ട് അത് ആ കാതോട് റേ പാസ് ചെയ്യുന്നിടത്ത് വെച്ച് കഴിയുമ്പോൾ ആ പമ്പരം അവിടെ നിന്ന് വട്ടം കറങ്ങുന്നതായിട്ട് കാണാമെന്ന് പറഞ്ഞില്ലേ. കാതോട് രശ്മിയുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കാതോട് രശ്മിയിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന്. അതൊരു മാർക്കിന് ചോദിക്കാം കേട്ടോ. അടുത്ത, കാതോട് റേസ് കാസ്റ്റ് ഷാഡോ ഓഫ് എ പാക്ക് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ദെയർ പാത്ത്. വാട്ട് ക്യാൻ ഇൻഫേർഡ് ഫ്രം ദിസ്? കാതോട് രശ്മികളുടെ പാതയിൽ ഒരു അതാര്യ വസ്തു വെച്ചാൽ നിഴലുണ്ടാകുന്നു. ഇതിൽ നിന്നും എന്ത് മനസ്സിലാക്കാം? കാതോട് റേസ് ട്രാവൽ ഇൻ സ്ട്രെയിറ്റ് ലൈനാണ് കേട്ടോ. കാതോട് രശ്മികൾ എപ്പോഴും നേർരേഖയിലാണെന്ന് സഞ്ചരിക്കുന്നു എന്ന് നമുക്ക്, സ്ട്രെയിറ്റ് ലൈനിലാണ് സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. കണ്ടോ?
അടുത്ത നമ്മൾ പഠിക്കുന്നത് പ്രോട്ടോണാണ്. ഒരാറ്റത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്? നമ്മൾ ആദ്യമേ അത് പഠിച്ചതാ അല്ലേ? ആറ്റത്തിനുള്ളിൽ എന്തൊക്കെയുണ്ട്? ന്യൂട്രോണ്, പ്രോട്ടോണ്, ഇലക്ട്രോണ്, ഇതൊക്കെയുണ്ട് അല്ലേ? ഒരാറ്റത്തിനുള്ളിൽ ഇതൊക്കെയുണ്ട്, അറിയാമല്ലോ ഇല്ലയോ? ആറ്റത്തിന് ന്യൂട്രോണ്, പ്രോട്ടോണ്, ഇലക്ട്രോണ് ഇവയൊക്കെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? അടുത്ത പ്രോട്ടോണിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നോക്കിയേ, എന്താണ് ഈ പ്രോട്ടോണ്? ഇൻ 1886 ആ പേര് നോക്കണേ കുഞ്ഞുങ്ങളെ. നോക്കിയേ, യൂഗൺ എന്നാട്ടോ, യൂഗൺ ഗോൾഡ്സ്റ്റീൻ. ആ പേര് ഗോൾഡ്സ്റ്റെയിൻ കേട്ടോ, ഗോൾഡ് സ്റ്റെയിൻ തന്നെ പഠിച്ചോ, സ്പെല്ലിങ് പഠിക്കാം. യൂഗൺ ഗോൾഡ്സ്റ്റെയിൻ ഡിസ്കവേർഡ് കനാൽ റേസ് വെൻ ഹി കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് വിത്ത് പെർഫോറേറ്റഡ് കാഥോഡ്. ഓരോ വാക്കും പഠിച്ചോണേ. 1886 നമ്മുടെ ഈ ഗോൾഡ് സ്റ്റെയിൻ സുഷിരങ്ങളുള്ള കേട്ടോ, ഏതാ സുഷിരങ്ങൾ, ചെറിയ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച്, സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ അതിൽ നിന്ന് കനാൽ രശ്മികൾ നമ്മൾ കണ്ടെത്തി. ആരാണ്? ഗോൾഡ് സ്റ്റെയിനെ കുറിച്ചാട്ടോ. as these ray are emitted from the anode, they are called anode ray. അവ ആനോഡിൽ നിന്നും പുറപ്പെടുന്നത് കൊണ്ട് കേട്ടോ, അവ എവിടെ നിന്നാണ്? ആനോഡും കാഥോഡും ഒക്കെ നമ്മുടെ ടെസ്റ്റിൽ പടം ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഇത് ആനോഡിൽ നിന്നും പുറപ്പെടുന്നവ ആയതിനാൽ ഇതിനെ ആനോഡ് രശ്മികളെന്ന് പറയുന്നു. ഗോൾഡ്സ്റ്റെയിൻ ഐഡൻറ്റിഫൈഡ് ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ദം. അദ്ദേഹം പറഞ്ഞത് ഗോൾഡ്സ്റ്റെയിൻ ഇവയിൽ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. പ്രോട്ടോണിൻ്റെ കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. പ്രോട്ടോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? അദ്ദേഹം പരീക്ഷണം നടത്തി നോക്കിയതാ. എന്താണെന്നറിയോ? സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബിൽ പരീക്ഷണം നടത്തി. അന്നേരം കനാൽ രശ്മികൾ അദ്ദേഹം കണ്ടെത്തി. ഇവ ആനോഡിൽ നിന്നും, കാഥോഡിലാണ്, ചോദ്യം നല്ലപോലെ മനസ്സിലാക്കണേ, സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കനാൽ രശ്മികൾ കണ്ടെത്തി. എന്നാൽ ആനോഡിൽ നിന്നും പുറപ്പെടുന്നവയായതിനാൽ ആനോഡ് രശ്മി എന്ന് പറയുന്നു കേട്ടോ. ഇതെന്താ? അദ്ദേഹം ഗോൾഡ്സ്റ്റെയിൻ ഇവയെ പോസിറ്റീവ് ചാർജിൻ്റെ സാന്നിധ്യം കണ്ടെത്തി. പിന്നെയോ, ദ നേച്ചർ ഓഫ് ആനോഡ് റേസ് വേരീസ് വിത്ത് ദ നേച്ചർ ഓഫ് ഗ്യാസ് ഇൻ ദ ഡിസ്ചാർജ് ട്യൂബ്. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് കനാൽ രശ്മികളെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു എന്ന് കണ്ടുപിടിച്ചു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകം ഉണ്ടല്ലോ, അതിനുപയോഗിക്കുന്ന പടം, ഡിസ്ചാർജ് ട്യൂബിൻ്റെ പടം നിങ്ങളുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ. അതിലുപയോഗിക്കുന്ന വാതകത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു എന്ന് പറയുന്നു. The smallest and lightest positive particles are obtained when hydrogen is used in the discharge tube. Ernest Rutherford named these particles proton. ഡിസ്ചാർജ് ട്യൂബിൽ ഏത് വാതകമാണ്? ഏതോ ഒരു ഗ്യാസ് ഫില്ല് ചെയ്യുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ ഡിസ്ചാർജിൽ ഏതാ ഹൈഡ്രജനാട്ടോ. ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ കനാൽ രശ്മിയിലെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് കണ്ടെത്തി. ലൈറ്റസ്റ്റ് പോസിറ്റീവ് പാർട്ടിക്കിൾസ് എന്നാണ് കണ്ടെത്തി കേട്ടോ. ഈ കണങ്ങൾക്ക് പ്രോട്ടോൺ എന്ന പേര് പക്ഷേ കൊടുത്തത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഗോൾഡ്സ്റ്റെയിൻ ആണ് ഇതിന് തുടക്കം കൊടുത്തത് അല്ലേ, പ്രോട്ടോണിനെ കുറിച്ച്. അദ്ദേഹം ഡിസ്ചാർജ് ട്യൂബ് വെച്ചിട്ട് കേട്ടോ ഓരോന്ന് ചെയ്ത് വന്ന്, പക്ഷേ നമ്മുടെ പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജാണെന്ന് കണ്ടുപിടിച്ചത് ആരാ? പ്രോട്ടോൺ എന്ന പോസിറ്റീവ് അല്ല, പ്രോട്ടോണ് ഈ കണങ്ങൾക്ക് പ്രോട്ടോൺ എന്ന പേര് കൊടുത്തത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. നെയ്മഡ് ദീസ് പാർട്ടിക്കിൾസ് പ്രോട്ടോണ് ഏണസ്റ്റ് റൂദർഫോർഡ്. 1 മാർക്കിൻ്റെ ചോദ്യമാണ്, പഠിച്ചോണേ. അപ്പോൾ അതിൻ്റെ മലയാളം നോക്കൂ നിങ്ങളെ. 1886 യൂഗൺ എന്നാണ് കറക്റ്റ്. നമ്മൾ യു ആയതുകൊണ്ട് കേട്ടോ ഓഗൺ എന്നാണ് നമുക്ക് മലയാളം അടിച്ചേക്കുന്നത്.
ഗോൾഡ്സ്റ്റെയിൻ കേട്ടോ, സ്റ്റെയിൻ സുഷിരങ്ങളുള്ള കാഥോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങൾ നടത്തിയപ്പോൾ കനാൽ രശ്മികൾ കണ്ടെത്തി. അവ ആനോഡിൽ നിന്നും പുറപ്പെടുന്നവ ആയതിനാൽ ആനോഡ് രശ്മികൾ എന്ന് അറിയപ്പെടുന്നു. ഗോൾഡ്സ്റ്റെയിൻ ഇവയിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. ഡിസ്ചാർജ് ട്യൂബിൽ ഉപയോഗിക്കുന്ന വാതകത്തിന്റെ സ്വഭാവം അനുസരിച്ച് കനാൽ രശ്മികളുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഡിസ്ചാർജ് ട്യൂബിൽ ഹൈഡ്രജൻ വാതകം ഉപയോഗിച്ചപ്പോൾ ഉണ്ടായ കനാൽ രശ്മികളുടെ പോസിറ്റീവ് കണങ്ങൾ ഏറ്റവും ചെറുതും ഭാരം കുറഞ്ഞതുമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. ഈ കണങ്ങൾക്ക് പ്രോട്ടോൺ എന്ന പേര് പക്ഷേ നൽകിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. ഓർത്തോണേ കുഞ്ഞുങ്ങളെ, പ്രോട്ടോൺ എന്ന് പേര് നൽകിയത് ആരാണ്? ഓരോന്നും പ്രോട്ടോൺ എന്ന പേര് നൽകിയത് ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് കേട്ടോ. ഹൂ ഡിസ്കവേർഡ് ദ ഇലക്ട്രോൺ, അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാ കുഞ്ഞുങ്ങളെ? പ്രോട്ടോണിനെ കുറിച്ച് നമ്മൾ പ്രോട്ടോണിന്റെ പേര് നൽകിയത് ആരാന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ആരാണ് പ്രോട്ടോണിന്റെ പേര് കൊടുത്തത്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ് കണങ്ങൾക്ക് പ്രോട്ടോൺ എന്ന് പേര് കൊടുത്തത്. പക്ഷേ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ആരാണ്? ജെ തോംസൺ ആണ് കേട്ടോ. 1897 അതായത് 1886 നമ്മുടെ പ്രോട്ടോണെ കുറിച്ച് ഇത്രയൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷെ 1897 ജെ തോംസൺ നമ്മുടെ ഇലക്ട്രോൺ കണ്ടുപിടിച്ചത്. അടുത്തത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ എന്തോത്തിനെ കുറിച്ചായിരുന്നു? കനാൽ അല്ലെ, കാഥോഡ് രശ്മികളുടെ കാര്യം പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ പ്ലം പുഡിംഗ് മാതൃക എന്ന് പറയുന്നത്, പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആൻ ആറ്റം. ഓക്കെ, ജെ തോംസൺ പുട്ട് ഫോർവേഡ് ദ പ്ലം പുഡിംഗ് മോഡൽ ഓഫ് ആറ്റം. According to this, atom is like a positive sphere in which negatively charged electrons are arranged uniformly. The total number of protons and that of electrons are equal. So, atom is electrically neutral. ഇത് നല്ലപോലെ നോക്കണേ കുഞ്ഞുങ്ങളെ. ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക എന്ന് വെച്ചാൽ എന്താണ്? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. ഇതനുസരിച്ച് അക്കോർഡിംഗ് ടു ദീസ്, ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള സ്ഫിയർ, ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിട്ടുള്ള രൂപമാണ് ആറ്റത്തിനുള്ളത് എന്നൊക്കെ കണ്ടുപിടിച്ചു. ഗോളത്തിൻ്റെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. ഓരോന്നും നോക്കണേ കുഞ്ഞുങ്ങളെ. ഈ ഗോളത്തിൽ എന്ന് വെച്ചാൽ ആറ്റത്തിൽ പ്ലം പുഡിംഗ് മാതൃക ടെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിട്ടുള്ള രൂപമാണ് ആറ്റത്തിനുള്ളത്. ഗോളത്തിൻ്റെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം എപ്പോഴും തുല്യമായിരിക്കും. അതിനാൽ ആറ്റം എപ്പോഴും വൈദ്യുതപരമായി ന്യൂട്രൽ ആയിരിക്കും. എന്നാൽ ഇലക്ട്രിക്കലി ന്യൂട്രൽ എന്ന് വെച്ചാൽ വൈദ്യുതപരമായി നിർവീര്യമാണ് എന്നാ പറയുന്നത്. ഓക്കെ ആണോ? ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ ആണ്. ഇതനുസരിച്ച് പോസിറ്റീവ് ചാർജുള്ള ഒരു ഗോളത്തിൽ നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോണുകൾ ക്രമീകരിച്ചിട്ടുള്ള രൂപമാണ് ആറ്റത്തിനുള്ളത്. ഗോളത്തിൻ്റെ ആകെ പോസിറ്റീവ് ചാർജുകളുടെയും നെഗറ്റീവ് ചാർജുകളുടെയും എണ്ണം തുല്യമായിരിക്കും. അതിനാൽ ആറ്റം വൈദ്യുതപരമായി നിർവീര്യമാണ്. ഓക്കെ ആണല്ലോ? ഇനി അടുത്ത ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടാണ് റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ നോക്കാവൂ നിങ്ങളെ. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. റൂദർഫോർഡിൻ്റെ ആറ്റം മോഡൽ നോക്കിയേ. അതായത് റൂദർഫോർഡ് on the basis of this observation he put forward an atom model. The postulates of the atom models are given below. നമ്മൾ ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മാതൃകയിൽ ആറ്റത്തിലെ ഘടകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ സോളാർ സിസ്റ്റത്തെ പോലെ, സൗരയുധം കേട്ടോ, സോളാർ സിസ്റ്റത്തെ പോലെയാണെന്നാണ് പറയുന്നത്. ആറ്റത്തിൻ്റെ ഞാൻ അടുത്ത പാർട്ടിൽ എന്ന് വെച്ചാൽ എല്ലാം എഴുതി കാണിക്കാം കേട്ടോ. എഴുതിയെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ സൗരയുധം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോന്ന് അറിയാമല്ലോ അല്ലേ? നടുക്ക് കാണപ്പെടുന്നത് എന്താണ്? അതിന് വട്ടം ഓരോ ഗ്രഹങ്ങളും കിടന്ന് കറങ്ങുന്നതും ഒക്കെ നമുക്ക് കാണുന്നതാണ് അല്ലേ? ഇല്ലയോ? അതൊക്കെ അറിയാമോ? സോളാർ സിസ്റ്റം ഒക്കെ അറിയാമോ? സൗരയുധം. അപ്പോൾ അതിനകത്തിലെ പോലെയാണ് നമ്മുടെ ഈ റൂദർഫോർഡിൻ്റെ ആറ്റം മോഡലിനകത്തിലും പറയുന്നത്. എന്താ കുഞ്ഞുങ്ങളെ നോക്കിയേ. ആറ്റം ഹാസ് എ സെൻട്രൽ കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ദ സൈസ് ഓഫ് ദ ന്യൂക്ലിയസ് ഈസ് എക്സ്ട്രീംലി സ്മാൾ വെൻ കമ്പയർഡ് ടു ദ സൈസ് ഓഫ് ദ ആറ്റം. ആറ്റത്തിൻ്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിൻ്റെ വലിപ്പം തീരെ കുറവാണ്. ഈ ആറ്റത്തിൻ്റെ വലിപ്പവുമായിട്ട്
താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം എന്താ? തീരെ കുറവാണ്. അതുപോലെ ദ എൻറ്റയർ പോസിറ്റീവ് ചാർജ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ മാസ് ഓഫ് ദ ആറ്റം ആർ കോൺസെൻട്രേറ്റഡ് ഇൻ ദ ന്യൂക്ലിയസ്. ഈ ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും അതിന്റെ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ന്യൂക്ലിയസിലാണ്. കേട്ടോ, എവിടാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്? എവിടെ? ന്യൂക്ലിയസിലാണ്. പിന്നെ ഇലക്ട്രോൺ റിവോൾവ് വെരി ഫാസ്റ്റ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്ത് അല്ലെങ്കിൽ ഓർബിറ്റിൽ. എന്താ നിങ്ങളെ നെഗറ്റീവ് ചാർജുള്ള പിന്നെ ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്ന ന്യൂക്ലിയസിലുമാണ്. അതുപോലെ നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകാരമായ പാതയിൽ അത് പ്രദക്ഷിണം ചെയ്യുന്നു. ഏതാ? ന്യൂക്ലിയസ് ഇൻ സർക്കുലാർ പാത്ത്, ഇലക്ട്രോൺസ് റിവോൾവ് വെരി ഫാസ്റ്റിൽ. കേട്ടോ, വൃത്താകാര പാതയിലാണിത് പ്രദക്ഷിണം ചെയ്യുന്നത്. കേട്ടോ, ഇതിൻ്റെ ചാർജ് നെഗറ്റീവാണ്. അതേക്കുറിച്ചൊക്കെ നിങ്ങൾ ഈ 4 പോയിന്റ് മലയാളം മീഡിയം അങ്ങ് പഠിക്കണം കേട്ടോ. ഇംഗ്ലീഷ് മീഡിയം, മലയാളം മീഡിയം നോക്കിയേ. റൂദർഫോർഡ് ആറ്റം മാതൃകയിലെ പ്രധാന ആശയങ്ങൾ എന്തെല്ലാമാണെന്നാണ് നോക്കിയേ, എഴുതിയെടുത്തോണേ. ആറ്റത്തിന് ന്യൂക്ലിയസ് എന്ന ഒരു കേന്ദ്രഭാഗമുണ്ട്. ആറ്റത്തിന്റെ വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ വലിപ്പം തീരെ കുറവാണ്. ആറ്റത്തിന്റെ ഭൂരിഭാഗം മാസും അതിലെ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ന്യൂക്ലിയസിലാണ്. നെഗറ്റീവ് ചാർജുള്ള കണങ്ങൾ ന്യൂക്ലിയസിന് ചുറ്റും വൃത്താകാരമായ പാതയിലാണ്, ഓർബിറ്റാണ് കേട്ടോ, പാതയിലാണിത് പ്രദക്ഷിണം ചെയ്യുന്നത്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കുഞ്ഞുങ്ങളെ ഒബ്സർവേഷൻ ആൻഡ് ഇന്റർഫറൻസ് ഓഫ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ്. നമ്മുടെ ഗോൾഡ് ഫോയിൽ പരീക്ഷണങ്ങളുണ്ടല്ലോ, അതിൻ്റെ നിരീക്ഷണങ്ങളും എഴുതണം, നിഗമനങ്ങളും എഴുതണം കേട്ടോ. ഒന്നാമത്തെ ഒബ്സർവേഷൻ എന്താണ്? ഇത് 3 പോയിന്റുകൾ 3 എഴുതിയെടുക്കണം കേട്ടോ. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ നിരീക്ഷണം. എന്താ? എല്ലാ എന്ന് വെച്ചാൽ മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് എനി ഡീവിയേഷൻ. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകിടിലൂടെ വ്യതിയാനമില്ലാതെ കടന്നുപോയി എന്നാണ് ഫസ്റ്റ് ഒബ്സർവേഷനിൽ പറയുന്നത്. ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെൻ്റ് ആട്ടോ, ഒരു എക്സ്പെരിമെൻറ്റിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അതിനകത്തിൽ പറയുന്നത് എന്താ? അതായത് 1911 നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡിൻ്റെ നേതൃത്വത്തിൽ വളരെ നേർത്ത തകിടുണ്ടല്ലോ നിങ്ങളെ, ഈ സ്വർണ്ണ തകിടെന്നാണ് ഇവർ പറയുന്നത്. സ്വർണ്ണത്തകിടിൽ ആൽഫ കണങ്ങൾ പതിപ്പിച്ചിട്ട് പരീക്ഷണം നടത്തി. ഈ സ്വർണ്ണത്തകിടിൽ നിന്നും പുറത്തു വരുന്ന ആൽഫ കണങ്ങൾ വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിക് ഫിലിമിൽ അവർ പതിപ്പിച്ചായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഇവിടെ പറയുന്നത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒബ്സർവേഷനും ഇൻഫറൻസുമാണ് പറഞ്ഞിരിക്കുന്നത്. 1911 നമ്മുടെ ഏണസ്റ്റ് റൂദർഫോർഡ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെ നേർത്ത സ്വർണ്ണ തകിടിൽ ആൽഫ കണങ്ങൾ പതിപ്പിച്ചിട്ട് പരീക്ഷണം നടത്തി. അപ്പോൾ ഈ സ്വർണ്ണത്തകിടിൽ നിന്നും പുറത്തു വരുന്ന ആൽഫ കണങ്ങളുണ്ടല്ലോ, അത് വൃത്താകൃതിയിൽ ക്രമീകരിച്ച ഒരു ഫോട്ടോഗ്രാഫിയിൽ ഗ്രാഫിക് ഫിലിമിൽ അവരതങ്ങ് പതിപ്പിച്ചു. എന്നിട്ട് ഈ എഴുതിയ കാര്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്താ? അപ്പോൾ ഈ ഭൂരിഭാഗം വരുന്ന ആൽഫ അന്നേരം വരുന്ന ആ രശ്മി, അതായത് പുറത്തോട്ട് വരുന്ന ആ രശ്മിക്ക് റേസ് അല്ലേ, അതിനെയാണ് ഇവിടെ ആൽഫ കണങ്ങൾ എന്ന് പറഞ്ഞത് അല്ലേ. അത് സ്വർണ്ണത്തകിലൂടെ വ്യതിയാനമില്ലാതെ തന്നെ കടന്നുപോയി എന്നാണ് പറയുന്നത് കേട്ടോ. പക്ഷെ എൻ്റെ നിഗമനം നോക്കിയേ, എന്താ? മോസ്റ്റ് പാർട്ട് ഓഫ് ദ ആറ്റം ഈസ് എംപ്റ്റി. ആറ്റത്തിന്റെ ഭൂരിഭാഗവും അപ്പം എന്താ? ശൂന്യമായിരുന്നു കേട്ടോ. എംപ്റ്റി എന്ന് വെച്ചാൽ എന്താ? ഒന്നുമില്ല. ആറ്റത്തിന്റെ ഭൂരിഭാഗവും എംപ്റ്റി ആയിരുന്നു എന്ന് വെച്ചാൽ ശൂന്യമായിരുന്നു. ഇനി സർട്ടൺ ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റഡ് ദ ഗോൾഡ് ഫോയിൽ സ്ലൈറ്റ്ലി ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഗോൾഡ് ഫോയില്. ചില സർട്ടൺ ആൽഫ പാർട്ടിക്കിൾസ്, ചില ആൽഫ കണങ്ങളുണ്ടല്ലോ, ഈ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ തന്നെ നേർരേഖയിൽ നിന്നും ചെറിയ കോണളവിൽ വ്യതിചലിപ്പിച്ച് സഞ്ചരിക്കാൻ തുടങ്ങി. ചിലത് ആദ്യത്തെ എന്താ? അത് വ്യതിയാനമില്ലാതെ തന്നെ, ഒരു വ്യതിയാനം ഇല്ലാതെ നേരെ അതങ്ങ് കടന്നുപോയി എന്ന് ആദ്യത്തേത് പറയുന്നത്. പക്ഷെ രണ്ടാമത്തതിൽ എന്താ? ചില ആൽഫ കണങ്ങൾ, ആൽഫ പാർട്ടിക്കിൾസ് ഡീവിയേറ്റ് ചെയ്ത് എങ്ങനെയാണ്? സ്ലൈറ്റ്ലി ആഫ്റ്റർ ഹിറ്റിംഗ് ദ ഗോൾഡ് ഫോയിൽ. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകിടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്നും ചെറിയ കോണളവിലൊക്കെ വ്യതിചലിച്ച് സഞ്ചരിച്ചു തുടങ്ങി. അപ്പൊ അതിന്റെ നിഗമനം നോക്കിയോ നിങ്ങളെ. ഇൻഫറൻസ് എന്ന് വെച്ചാൽ നിഗമനം എന്തുവായിരുന്നു? പോസിറ്റീവ്ലി ചാർജ്ഡ് ആൽഫ പാർട്ടിക്കിൾസ് റിപ്പൽഡ് ബൈ സർട്ടൺ പാർട്ടിക്കിൾസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ദ ആറ്റം. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തുകൂടി കടന്നുപോയപ്പോഴാണ് ചെറിയ കോണളവിൽ അവിടെ വികർഷിക്കപ്പെട്ടത്. റിപ്പൽ ചെയ്യാന്ന് വെച്ചാൽ എന്താ? വികർഷിക്കുക കേട്ടോ. അവിടെ അങ്ങോട്ട് പോയില്ല, തിരിഞ്ഞു ഓടി എന്ന് പറയത്തില്ലേ, റിപ്പൽ അടിക്കാതെ അല്ലേ. പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത്
ഈ ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തുകൂടി അങ്ങോട്ട് കടന്നു പോയപ്പോൾ ഉണ്ടല്ലോ, ഈ ചെറിയ കോണളവിൽ അത് വികർഷിച്ചു എന്നാണ്, റിപ്പൽ ചെയ്തു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു വരിയും കൂടെ ഉണ്ട്. എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് റീബൗണ്ട് അറ്റ് ആൻ ആംഗിൾ ഓഫ് 180. അതായത് വളരെ കുറച്ച് ആൽഫ കണങ്ങൾ, ആദ്യത്തെ എന്താ സ്ട്രൈറ്റ് ആയിട്ട് പോയി, രണ്ടാമത്തെ കുറച്ചൊക്കെ ഒന്ന് വ്യതിചലിച്ചു പോയി, മൂന്നാമത്തത് 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നു എന്നാ പറയുന്നത്. എന്താ നിങ്ങളെ അത് തിരിച്ച് റീബൗണ്ട് അല്ലേ എന്ന് വെച്ചാൽ വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് അത് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത്. നോക്കണേ, മൂന്ന് രീതിയിലാണ്, അതുകൊണ്ട് അത് പഠിച്ചോണേ. അതിൻ്റെ നിഗമനം എന്താണ്, ഇൻഫറൻസ് എന്താണ് പറയുന്നത് നോക്കിയേ. ദ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മാൾ വോളിയം കാൾഡ് ന്യൂക്ലിയസ്. ആൽഫ പാർട്ടിക്കിൾസ് ഹെഡഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് ആർ റിപ്പൽഡ് ബാക്ക്. അതായത് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്ന ചെറിയ ഒരു വ്യാപ്തം അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. വോളിയം എന്ന് വെച്ചാൽ എന്താ, വ്യാപ്തം അല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചല്ലേ വോളിയത്തിൻ്റെ ചാപ്റ്റർ. ദ പോസിറ്റീവ് ചാർജ് ഓഫ് ആൻ ആറ്റം ഈസ് കോൺസെൻട്രേറ്റഡ് ഇൻ എ സ്മാൾ വോളിയം കാൾഡ് ന്യൂക്ലിയസ്. ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്ന ചെറിയ ഒരു വ്യാപ്തം ഇതിലുണ്ട്. ഈ ഭാഗമാണ് ന്യൂക്ലിയസ് അല്ലെ, ഇറ്റ് ഈസ് കാൾഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയസിന് നേരെ വന്ന ആൽഫ കണങ്ങൾ എന്താ പറഞ്ഞില്ലേ, ആൽഫ പാർട്ടിക്കിൾസ് ഹെഡഡ് ടുവേർഡ്സ് ദ ന്യൂക്ലിയസ് ആർ റിപ്പൽഡ് ബാക്ക്. ഇതിന് നേരെ വന്ന ആൽഫ കണങ്ങളാണ് 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു പോയതെന്നാണ് പറയുന്നത് കേട്ടോ. അതിന് നേരെ ന്യൂക്ലിയസിന് നേരെ വന്ന ആൽഫ കണങ്ങൾ എന്ത് ചെയ്തു, തിരിഞ്ഞുകൂടി അല്ലേ, 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ചിട്ട് തിരിച്ചു പോയി എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഗോൾഡ്ഫോയിലിൻ്റെ നിരീക്ഷണം. അതിപ്പോൾ നമ്മൾ പറഞ്ഞതിൻ്റെയാണ്, ഇനി വായിക്കണോ. ഭൂരിഭാഗം ആൽഫ കണങ്ങളും സ്വർണ്ണത്തകടിലൂടെ വ്യതിയാനം ഇല്ലാതെ കടന്നുപോയി. നിഗമനം എന്ന് വെച്ചാൽ ആറ്റത്തിൻ്റെ ഭൂരിഭാഗവും അന്നേരം ശൂന്യമായിരുന്നു. ചില ആൽഫ കണങ്ങൾ സ്വർണ്ണത്തകടിൽ തട്ടിയപ്പോൾ നേർരേഖയിൽ നിന്നും ചെറിയ കോണളവിൽ അത് വ്യതിചലിച്ച് സഞ്ചരിച്ചു. അപ്പോൾ അവിടുത്തെ നിഗമനം എന്താ, പോസിറ്റീവ് ചാർജുള്ള ആൽഫ കണങ്ങളിൽ ചിലത് ആറ്റത്തിനുള്ളിലെ പോസിറ്റീവ് ചാർജുള്ള ഭാഗത്തിന് സമീപത്തു കൂടി കടന്നു പോയപ്പോഴാണ് അല്ലേ ചെറിയ കോണളവിൽ വികർഷിക്കപ്പെട്ടത്. വളരെ കുറച്ച് ആൽഫ കണങ്ങൾ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ച് തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ നിഗമനം പറയുന്നത് ആറ്റത്തിലെ മുഴുവൻ പോസിറ്റീവ് ചാർജും കേന്ദ്രീകരിച്ചിരിക്കുന്ന ചെറിയൊരു വ്യാപ്തമുണ്ട്. ഈ ഭാഗത്തിന് നമ്മൾ ന്യൂക്ലിയസ് എന്ന് പറയും. ഈ ന്യൂക്ലിയസിന് നേരെ വന്ന ആൽഫ കണങ്ങൾ 180 ഡിഗ്രി കോണളവിൽ വ്യതിചലിച്ചിട്ട് തിരിച്ചു വന്നു എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ബോർ ആറ്റം മോഡൽ കേട്ടോ, നീൽസ് ബോർ ആറ്റംസ് മോഡൽ. ഈ ബോർ ആറ്റം ഒരുപാടെടുത്ത് ചോദിച്ചിട്ടുണ്ട്, പഠിച്ചോണേ കുഞ്ഞുങ്ങളെ. ബോർ ആറ്റംസ്, ദ മെയിൻ കൺസെപ്റ്റ് ഓഫ് ബോർ ആറ്റം മോഡൽ ആർ ഗിവൺ ബിലോ, അനലൈസ് ദം. നോക്കിയേ, ബോർ ആറ്റം നോക്കാം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഓരോരുത്തരും പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. നോക്കിയേ, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ ഫിക്സഡ് ഓർബിറ്റ്. നോക്കണേ കുഞ്ഞുങ്ങളെ, ബോർ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിലാണ് കേട്ടോ. നമ്മുടെ സൗരയൂഥത്തെക്കുറിച്ച് പറഞ്ഞില്ലേ ഇല്ലയോ, ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് ഓഫ് ആൻ ആറ്റം ഇൻ എ ഫിക്സഡ് ഓർബിറ്റ്. Electrons in each orbit have a definite energy. So orbit are also known as energy level. അതായത് നമ്മുടെ ഓരോ ഓർബിറ്റിലെയും ഓർബിറ്റ് എന്നൊക്കെ വെച്ചാൽ എന്താണെന്നറിയോ, നിങ്ങളുടെ ടെസ്റ്റിൽ പടത്തിൽ തന്നിട്ടുണ്ടോ നിങ്ങളെ ഓരോ ഇങ്ങനെ വട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഓർബിറ്റ് എന്തുവാന്ന്. ഞാൻ അടുത്ത ക്ലാസ്സിലെല്ലാം ഇതുപോലെല്ലാം വരച്ച് കാണിക്കുക, അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ അത് മനസ്സിലാവും കേട്ടോ. ഓരോ ഓർബിറ്റിലെയും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതുകൊണ്ട് ഈ ഓർബിറ്റുകളെ നമ്മൾ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നു കേട്ടോ. സ്റ്റേഷനറി എനർജി ലെവല്, ഊർജ്ജ നിലകൾ, ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ എന്ന് പറയുന്നു. പിന്നെയോ, ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസസ് as the distance from the nucleus increases. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണുകളുടെ ഊർജ്ജം കൂടുകയോ കുറയുകയോ അന്നേരം ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾക്ക് സ്ഥിതികോർജ്ജ നിലകൾ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലേ, സ്റ്റേഷനറി എനർജി ലെവൽ എന്നും പറയുന്നുണ്ട്. ദ എനർജി ഓഫ് ദ ഓർബിറ്റ് ഇൻക്രീസ് as the distance from the nucleus increase അല്ലേ. അതുപോലെ എനർജി ഈസ് എമിറ്റഡ് when the
എന്താ ഇലക്ട്രോൺസ് ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ് ഓഫ് ഹയർ എനർജി ടു ഓർബിറ്റ് ഓഫ് ലോവർ എനർജി. എനർജി ഈസ് അബ്സോർബ്ഡ് വെൻ ദ ഇലക്ട്രോൺ ഷിഫ്റ്റ് ഫ്രം ഓർബിറ്റ് ഓഫ് ലോവർ എനർജി ടു ഓർബിറ്റ് ഓഫ് ഹയർ എനർജി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. നമ്മുടെ ന്യൂക്ലിയസിൽ നിന്നും അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടും. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് അന്തരം വിടുന്നുണ്ട്. ഈ ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റുകളിൽ നിന്നും ഊർജ്ജം കൂടിയ ഓർബിറ്റുകളിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗീരണം അപ്പം ചെയ്യപ്പെടുന്നുണ്ട്. ഈ ഓർബിറ്റുകൾക്ക് നമ്മൾ ഓരോ പേര് കൊടുക്കും. എന്താ 1, 2, 3, 4 എന്നുള്ള പേര് കൊടുക്കും. അതിൽ ഈ ന്യൂക്ലിയസിൻ്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് കെ എന്ന് പറയുന്ന ഷെല്ല് കേട്ടോ. ആ വളയത്തിന് ഫസ്റ്റ് റൗണ്ടിന് പറയുന്നത് കെ എന്നും ഓർബിറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ബൈ ഗിവിംഗ് നമ്പർ 1, 2, 3, 4 എന്ന് പറഞ്ഞ കേട്ടില്ലയോ. ആ 1 എന്ന് പറയുന്നതിനെ നമ്മൾ കെ എന്ന ഷെല്ലും, 2 എന്ന് പറയുന്നതിനെ എല്ല്, 3 എന്ന് പറയുന്നതിനെ എം, പിന്നെ എൻ എന്ന് പറയുന്നതിനെ 4, അങ്ങനെയാണ് പോകുന്നത് കേട്ടോ. മനസ്സിലായോ? അതാണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതാണ് ഓർബിറ്റ് റെപ്രസെൻറ്റ് ഗിവൺ. നോക്കിക്കേ, കാണാൻ പറ്റുന്നുണ്ടല്ലോ, നടുക്ക് പ്ലസ് കണ്ടോ, പ്ലസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയേ കെ 2. അതിനകത്തിലെ ഓരോന്നിനെ കുറിച്ച് അതിൽ ഇലക്ട്രോൺ ഷെല്ലുകൾ, ഒന്നാമത്തെ ഷെല്ല് കെ ആണ്, രണ്ടാമത്തെ ഷെല്ല് എൽ ആണ്, മൂന്നാമത്തത് എം ആണ്, നാലാമത്തത് എൻ ആണ് കേട്ടോ. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. ഈ മേളിൽ തിരഞ്ഞെടുക്കുന്ന ഇലക്ട്രോൺ ഷെല്ലിൻ്റെ കേട്ടോ പേരാണ്. എത്ര മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺ വിച്ച് ക്യാൻ ബി അക്കോമഡേറ്റ്. നോക്കിയേ, ആ ഫസ്റ്റ് വളയത്തിനകത്തിൽ 2 എണ്ണേ പറ്റത്തുള്ളൂ. അടുത്ത രണ്ടാമത്തതിൽ 8 എണ്ണം പറ്റും. മനസ്സിലായോ? മൂന്നാമത്തെ ഈ വളയത്തിൽ എത്ര 18 എണ്ണം പറ്റും. നാലാമത്തെ ഏറ്റവും പുറമേ ഉള്ളത് നോക്കിയേ എത്ര 32 എണ്ണം പറ്റും കേട്ടോ. അത് നമ്മൾ അടുത്തത് ഈ കണക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും കേട്ടോ. ബോറിൻ്റെ ആറ്റം മാതൃകയാണ് കേട്ടോ. അത് നല്ലപോലെ പഠിക്കണേ നിങ്ങൾ. ഇത് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൻ്റെ ചുറ്റും ഇലക്ട്രോൺ പ്രദക്ഷിണം ചെയ്യുന്നത് നിശ്ചിത ഓർബിറ്റുകളിൽ നിന്നാണ്. ഓരോ ഓർബിറ്റിലും ഇലക്ട്രോണിന് ഒരു നിശ്ചിത ഊർജ്ജമുണ്ട്. അതിനാൽ ഓർബിറ്റുകളെ ഊർജ്ജ നിലകൾ അല്ലെങ്കിൽ എനർജി ലെവൽ എന്ന് പറയുന്നു. ഒരു നിശ്ചിത ഓർബിറ്റിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം ഇലക്ട്രോണിൻ്റെ ഊർജ്ജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. അതിനാൽ ഓർബിറ്റുകൾ സ്ഥിരോർജ്ജ നിലകൾ എന്നും അറിയപ്പെടുന്നു. ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഓർബിറ്റുകളുടെ ഊർജ്ജവും കൂടുന്നു. ഊർജ്ജം കൂടിയ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണുകൾ മാറുമ്പോൾ ഊർജ്ജം പുറത്തേക്ക് വിടുന്നു. ഊർജ്ജം കുറഞ്ഞ ഓർബിറ്റിൽ നിന്നും ഊർജ്ജം കൂടിയ ഓർബിറ്റിലേക്ക് ഇലക്ട്രോൺ മാറുമ്പോൾ ഊർജ്ജം ആഗിരണവും ചെയ്യപ്പെടുന്നു. അത് ഒരു മാർക്കിന് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാവുന്ന ചോദ്യം കേട്ടോ. എങ്ങോട്ടൊക്കെ പോകുന്നു വരുന്നു എന്നുള്ള. ഇനി ഓർബിറ്റുകൾക്ക് നമുക്ക് KLMN അല്ലെ 1, 2, 3, 4 എന്നിങ്ങനെ സംഖ്യകൾ കൊണ്ട് സൂചിപ്പിക്കാവുന്നതാണ് കേട്ടല്ലോ. അടുത്ത 13ാമത്തെ നെയിം ദ സയൻറ്റിസ്റ്റ് ഹു കണ്ടക്റ്റഡ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. നോക്കൂ നിങ്ങൾ, ആദ്യമായിട്ട് ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് കേട്ടോ. 1 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ്. ആദ്യമായിട്ട് ഡിസ്ചാർജ് പരീക്ഷണങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞൻ വില്യം ക്രൂക്സ് ആണ് കേട്ടോ. ക്രൂക്സ്. നെയിം ദ സയൻറ്റിസ്റ്റ് ഹു ഡെവലപ്ഡ് ഡിസ്ചാർജ് ട്യൂബ്സ് ആൻഡ് വാക്യൂം പമ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഡിസ്ചാർജ് ട്യൂബുകൾക്കും നിർവാത പമ്പുകൾക്കും, അതായത് വാക്യൂം പമ്പിനാണ് ഈ നിർവാത പമ്പ് എന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത്, വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഗീസർ അല്ലേ. ഗീസർ, GEISSIER, ഗീസർ. ഹു ഡിസ്കവേർഡ് കാഥോഡ് റേ. മുമ്പ് നമ്മൾ പറഞ്ഞ ജെ കാഥോഡ് റേ കണ്ടെടുത്തിയത് ജെ തോംസൺ ആണ്. ഹു ഡിസ്കവേർഡ് ആനോഡ് റേ. അത് ചോദിക്കും കേട്ടോ. ആനോഡ് റേസ് കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീനും കാഥോഡ് റേ കണ്ടുപിടിച്ചത് ആരാ? ജെ തോംസണുമാണ് കേട്ടോ. തിരിഞ്ഞു പോവല്ലേ. അടുത്ത നെയിം ദ സയൻറ്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ഇലക്ട്രോൺ കണ്ടുപിടിച്ച ആരാ നിങ്ങളെ? ജെ തോംസൺ ആണ് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ 1 മാർക്കിൻ്റെ ചോദ്യമാണ്. ഇലക്ട്രോണുകളെ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ജെ തോംസൺ ആണ്. ഹു ഐഡന്റിഫൈ ദ പ്രസൻസ് ഓഫ് പോസിറ്റീവ് ചാർജ് ഇൻ ആറ്റംസ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഗോൾഡ്സ്റ്റൈൻ അല്ലേ. ആറ്റത്തിൽ പോസിറ്റീവ് ചാർജുകൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഗോൾഡ്സ്റ്റൈൻ ആണ്. ഹു സജസ്റ്റഡ് ദ നെയിം പ്രോട്ടോൺ ഫോർ ദ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇൻ ആൻ ആറ്റം? ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിന് ആ പേര് കൊടുത്തത് ആരാ? റൂദർഫോർഡ് ആണ് കേട്ടോ. ഏണസ്റ്റിന് ആ പേര് കൊടുത്തത് റൂദർഫോർഡ്. എന്നുണ്ട് കേട്ടോ, റൂദർഫോർഡ്. ഇനി അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും എന്തുവാണെന്ന് ഇത് വെച്ചാണ് ഇനി നമ്മൾ ചെയ്ത് പഠിക്കാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ 20 എണ്ണം കൊണ്ട് ഇവിടെ അങ്ങ് നിർത്തിയത്. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കാൾഡ് ഇറ്റ്സ് അറ്റോമിക് നമ്പർ. ഇതിനെ Z എന്ന നമ്പർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് കേട്ടോ. ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ ആൻ ആറ്റം ഈസ് കാൾഡ് അറ്റോമിക് നമ്പർ. ദ ലെറ്റർ Z ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ അറ്റോമിക് നമ്പർ കേട്ടോ. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ ആകെ എണ്ണത്തെ ആ ആറ്റത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നു. അറ്റോമിക് നമ്പർ Z എന്ന അക്ഷരം കൊണ്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് കേട്ടോ.
മാസ് നമ്പർ എന്നാലോ ദ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് ഇൻ ആറ്റം ഈസ് കാൾഡ് മാസ് നമ്പർ ആൻഡ് ഇറ്റ്സ് റെപ്രസെൻറ്റഡ് ബൈ ലെറ്റർ എ. കേട്ടോ, എന്താ നിങ്ങളെ തിരിഞ്ഞു പോലെ അറ്റോമിക് നമ്പറിനെ നമ്മൾ ഇസഡ് എന്ന അക്ഷരം കൊണ്ടും മാസ് നമ്പറിനെ നമ്മൾ എ എന്ന അക്ഷരം കൊണ്ടുമാണ് സൂചിപ്പിക്കുന്നത്. ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ തന്നെ ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം നമ്മൾ ഇതിൻ്റെ ഇത് ഓരോന്നും വെച്ച് ചെയ്യും. അപ്പോൾ ഇത് ഓർത്തു വെച്ചേക്കണേ. മാസ് നമ്പർ ആണെങ്കിൽ എത്ര പ്രോട്ടോൺ ഉണ്ടോ പ്ലസ് അത്ര ന്യൂട്രോണും കൂടെ, അത് രണ്ടും കൂടെ കൂട്ടി കിട്ടുന്നതാണ് മാസ് നമ്പർ. മനസ്സിലാക്കണേ. നമ്പർ ഓഫ് പ്രോട്ടോൺ എത്ര ഉണ്ടോ അതും നമ്പർ ഓഫ് ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ് എന്ത് പറയുന്നത്, മാസ് നമ്പർ. അല്ലെങ്കിൽ അറ്റോമിക് നമ്പറും ന്യൂട്രോണും കൂടെ കൂട്ടുന്നതാണ് മാസ് നമ്പർ. അത് വിശദമായിട്ട് നമുക്ക് അടുത്തതിൽ ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. അതുപോലെ ന്യൂട്രോൺ കണ്ടുപിടിക്കണമെങ്കിൽ മാസ് നമ്പറിൽ നിന്നും പ്രോട്ടോൺ കുറച്ചാൽ മതി. കേട്ടോ, ആറ്റത്തിൻ്റെ പ്രോട്ടോണുകളുടെയും ന്യൂട്രോണുകളുടെയും ആകെ എണ്ണമാണ് ആറ്റത്തിൻ്റെ മാസ് നമ്പർ. മാസ് നമ്പറിനെ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. ഞാൻ ഇത്ര എഴുതിയുള്ളൂ. 21 ക്വസ്റ്റ്യൻ ആൻസർ. ഇത് വൃത്തിയായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. കേട്ടോ, നമുക്ക് നാളെ 22 മുതൽ ചെയ്യാം. അപ്പം നിങ്ങളത് പറയണം കേട്ടോ. മനസ്സിലായ കാര്യങ്ങൾ എന്നോട് പറയണേ കേട്ടോ. ഓക്കെ, താങ്ക് യു.